പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും നൈസ് തോങ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 6ാം ക്ലാസ് കൂട്ടുകാരുടെ ക്രിസ്മസ് പരീക്ഷയുടെ ഒരു ഹിന്ദി മോഡൽ ക്വസ്റ്റ്യനുമായിട്ടാണ്. സമയമൊട്ടും കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. നോക്കൂ, 15 മിനിറ്റ് കാ കൂൾ ഓഫ് ടൈം പ്രശ്നപത്ര വാചൻ കെ ലിയെ ഹൈ. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. അത് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഓക്കെ. ഗതിവിധി ഏക് കാ ഉത്തർ ലിഖന അനിവാര്യ ഹൈ. ഗതിവിധി ഏക്ക് ആദ്യത്തെ പ്രവർത്തനം കൃത്യമായിട്ടും ചെയ്യണം, അതിനെ ഒഴിവാക്കാൻ പാടില്ല. ദോസെ ഛാത്തക്ക് ഗതിവിധിയോ മേം സെ കിനിയും ചാർക്കെ ഉത്തർ ലിഖെ. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓക്കെ. ഗതിവിധി ഏക്ക് ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കൂ. സൂചന ഖണ്ഡ് പഠേം ഓർ പ്രശ്നവും കെ ഉത്തർ ലിഖേം. ഖണ്ഡിക പഠിക്കുക, വായിക്കുക, അതിനുശേഷം ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നോക്കൂ, चंदन वन में सफ़ेद जानवर मिलजुल कर रहते थे. वन में नदी के पास एक स्कूल था. जानवरों के सभी बच्चे वहाँ पढ़ने जाते थे. स्कूल का टीचर जंबो हाथी था. स्कूल के सभी बच्चे होशियार थे. ഒരിക്കൽ കൂടി നോക്കൂ. ചന്ദൻ വൻമേം സഫീദ് ജാൻവർ മിൽജുൽക്കർ റഹത്തെ. ചന്ദനവനത്തിൽ ഒരുപാട് മൃഗങ്ങൾ ഒരുമിച്ച് ഒത്തുചേർന്ന് വസിച്ചിരുന്നു, താമസിച്ചിരുന്നു. വൻമേം നദി കെ പാസ് ഏക്ക് സ്കൂൾ ധ. വനത്തിൽ നദിയുടെ തീരത്ത് കെ പാസ് നിയർ സമീപത്ത് ഏക്ക് സ്കൂൾ ധ, ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. ജാൻവരോം കെ സഫീ ബച്ചെ വഹാം പഠനെ ജാത്തേ ഥേ. മൃഗങ്ങളുടെ കുട്ടികളെല്ലാവരും ആ സ്കൂളിലാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. സ്കൂളിൽ പഠിക്കാനായിട്ട് എത്തിച്ചേരും, പോകുമായിരുന്നു. സ്കൂൾ കാ ടീച്ചർ ജംബോ ഹാത്തി ധ. സ്കൂളിലെ ടീച്ചർ ആരാ? ജംബോ ഹാത്തി, ആനക്കുട്ടനാണ്, ആനയാണ് അവിടുത്തെ അധ്യാപകൻ. സ്കൂൾ കെ സഫീ ബച്ചെ ഹോഷിയാർ ധേ. സ്കൂളിലെ എല്ലാ കുട്ടികളും ഹോഷിയാർ ധേ, മിടുക്കരായിരുന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ജാൻവർ കഹാം രഹത്തെ ധേ. ജാൻവർ അനിമൽസ് കഹാം രഹത്തെ ധേ, എവിടെയായിരുന്നു വസിച്ചിരുന്നത്, താമസിച്ചിരുന്നത്? ഓപ്ഷൻ നോക്കൂ. സുന്ദർ വൻമേം, നന്ദൻ വൻമേം, അശോക് വൻമേം, ചന്ദൻ വൻമേം. ആൻസർ ഏതാ? ഓപ്ഷൻ ഇ, ചന്ദൻ വൻമേം. ചന്ദൻ വൻമേം. ഓക്കെ. നോക്കൂ. സ്കൂൾ കഹാം ധ. സ്കൂൾ എവിടെയാണ്? പഹാഡ് കെ പാസ്, നദി കെ പാസ്, താലാബ് കെ പാസ്, മൈതാൻ കെ പാസ്. എവിടെയാ? പഹാഡ് മീൻസ് കുന്നെന്നാണ്. കുന്നിന് സമീപത്ത്, നദിയുടെ സമീപത്ത്, താലാബ് കുളം, കുളത്തിന് സമീപത്ത്, മൈതാൻ ഗ്രൗണ്ടിന് സമീപത്ത്. എവിടെയായിരുന്നു സ്കൂൾ? നദി കെ പാസ്. നദി കെ പാസ്. ഓപ്ഷൻ ആ. സ്കൂൾ കാ ടീച്ചർ കോൺ ധ. സ്കൂളിലെ ടീച്ചർ ആരായിരുന്നു? ജംബോ ഹാത്തി, ചിക്കു ഖർഗോഷ്, ബല്ലു ഫാലോ, മീട്ടു ബന്ദർ. ആരാണ് ടീച്ചർ? ജംബോ ഹാത്തി, ആനക്കുട്ടനാണല്ലേ. ജംബോ ഹാത്തിയാണ് അവിടുത്തെ അധ്യാപകൻ. സ്കൂൾ കെ ബച്ചെ കൈസേ ധേ. സ്കൂളിലെ കുട്ടികൾ എങ്ങനെയുള്ളവരായിരുന്നു? ബൽവാൻ, ആലസി, മൂർഖ്, ഹോഷിയാർ. എങ്ങനെയുള്ളവരായിരുന്നു? ഹോഷിയാർ, മിടുക്കരായിരുന്നു. അടുത്ത് നോക്കൂ. സഹി പ്രസ്താവ് ചുൻകർ ലിഖേൻ. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. സഫീ ജാൻവർ ചന്ദൻ വൻമേം അസന്തുഷ്ട രഹത്തെ ഥേ. ഒരു സന്തോഷവുമില്ലാതെയാണ് താമസിച്ചിരുന്നത്. സഫീ ജാൻവർ ചന്ദൻ വൻമേം മിൽജുൽക്കർ രഹത്തെ ഥേ. ചന്ദനവനത്തിലെ എല്ലാ മൃഗങ്ങളും ഒത്തുചേർന്ന് വസിച്ചിരുന്നു. സഫീ ജാൻവർ ചന്ദൻ വൻമേ അലഗ് അലഗ് രഹത്തെ ഥേ. ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. സഫീ ജാൻവർ ചന്ദൻ വനമേ നിരാശ രഹത്തെ ഥേ. എല്ലാവരും നിരാശരായിട്ടാണ് കഴിഞ്ഞിരുന്നത്. ഏതാ ആൻസർ? ഓപ്ഷൻ ആ, സഫീ ജാൻവർ ചന്ദൻ വൻ മേ മിൽജുൽക്കർ രഹത്തെ ഥേ. രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. ഗതിവിധി ദോ. സൂചന ഹിന്ദുസ്ഥാൻ ഹമാര പാഠ് കാ വഹ അംശ് പഠേം ഓർ പ്രശ്നവും കെ ഉത്തർ ലിഖേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ആ പാഠഭാഗത്തിൻ്റെ കുറച്ച് ഭാഗം ഇവിടെ തന്നിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം ചൂടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നോക്കൂ. ഭാരത സംസാർ കാ ഐസാ താജ് ഹെ जिसकी चमक विश्व पर फैली है. इसकी खूबसूरत भौगोलिक झलक, समय समय पर रंग बदलते अनोखे मौसम, शान बनी संपन्न संस्कृति सब इस ताज में जड़े हीरे है. കണ്ടല്ലോ, എന്താണ് എഴുതിയിരിക്കുന്നത് മനസ്സിലായല്ലോ. ലോകമെമ്പാടും പ്രകാശം പരത്തുന്ന കിരീടമാണ് നമ്മുടെ ഭാരതം, അല്ലേ? അതിൻ്റെ അതിമനോഹരമായ ഭൂപ്രകൃതിയും സമയാസമയങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയും പിന്നെയോ പാരമ്പര്യവും എല്ലാം ഈ കിരീടത്തിൽ പതിപ്പിച്ചിരിക്കുന്ന മുത്തുകളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ചുവടുള്ള ചോദ്യം നോക്കൂ. യഹാം കിസ് ദേശ് കാ വർണ്ണൻ ഹെ. ഇത് ഏത് ദേശത്തെക്കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്? കണ്ണും അടച്ച് നമുക്ക് എഴുതാം. ഭാരത് ക, ഭാരതത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത് അല്ലേ? ഭാരത് ക, ഓപ്ഷൻ ആ. അത് രണ്ടാമത് നോക്കിക്കോളൂ. ഖണ്ഡേക്ക് ആധാർ പർ സഹി മിലാൻ കരെ. ഖണ്ഡിക വായിച്ചതിന് ശേഷം ശരിയായത് വരച്ചു ചേർക്കാനാണ്, യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് വശങ്ങളായിട്ടാണ് തന്നിരിക്കുന്നത്. ഒരു സ്ഥലം നോക്കൂ. അനോഖെ മൗസം, സമ്പന്ന സംസ്കൃതി, ഭാരത് കി ചമക്, ഭൗഗോളിക് ഝലക്. കണ്ടല്ലോ. മറുവശത്തോ വിശ്വ ഫർ ഫൈലി ഹെ, ഖൂബ്സൂരത് ഹെ, ഭാരത് കി ഷാൻ ഹെ, രംഗ് ബദൽത്തെ ഹെ. എന്തൊക്കെയാണ് നോക്കൂ. അനൗഖെ മൗസം, അനൗഖെ മൗസം എന്താ? സമയ സമയ പർ രംഗ് ബദൽത്തെ ഹൈ അല്ലേ? അപ്പോൾ രംഗ് ബദൽത്തെ ഹൈ, അനൗഖെ മൗസം രംഗ് ബദൽത്തെ ഹൈ. സെക്കൻഡ് വൺ സമ്പന്ന സംസ്കൃതി. സമ്പന്ന സംസ്കൃതി എന്താണ്? ഭാരത് കി ഷാൻ ഹേ, ഭാരത് കി ഷാൻ ഹേ, സമ്പന്ന സംസ്കൃതി. ഓക്കെ. അടുത്ത് നോക്കൂ. ഭാരത് കി ചമക്. ഭാരത് കി ചമക് എന്താണ്? വിശ്വ ഫർ ഫൈലി ഹേ, വിശ്വ ഫർ ഫൈലി ഹേ. ഭൗഗോളിക് ഝലക് खूबसूरत है. क्लियर. മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ. മുർഛായ ഫൂൽ കവിത की ये पंक्तियां पढ़ें और प्रश्नों के उत्तर लिखें. മുർഛായ ഫൂൽ എന്ന കവിതയുടെ കുറച്ച് ഭാഗം തന്നിട്ടുണ്ട്, അത് വായിക്കുക. ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. एक मुरझाया हुआ फूल है, इसका हृदय दुखाना मत, स्वयं बिखरने वाली उसकी पंखुड़ियां बिखराना मत, गुजरो अगर पास से इसके ഇസേ ചോട്ട് പഹുഞ്ചാന മത്. ഈ പാഠം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലേ, മുർഛായ ഫൂൽ. ചുവടുള്ള ചോദ്യം നോക്കൂ. കവിതാംശമേ കിസ്ക വർണ്ണന ഹേ. കവിതയുടെ ഭാഗത്ത് എന്തിൻ്റെ വർണ്ണനയാണുള്ളത്? ഖിലേ ഹുയേ ഫൂൽ ക, മുർഛായേ ഹുയേ ഫൂൽ ക, താസ ഫൂൽ ക, പീലേ ഫൂൽ ക. ഏതാ ആൻസർ? ഓപ്ഷൻ ആ, മുർഛായ ഹുയേ ഫൂൽ ക. മുർഛായ ഹുയേ വാടിയ പൂവിൻ്റെ വർണ്ണനയാണ് ഈ കവിതയിലുള്ളത്. ക്ലിയർ. അടുത്ത് നോക്കൂ. ഇൻമേം സേ ദോ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ചുവടെ തന്നിരിക്കുന്നത് ശരിയായ 2 പ്രസ്താവനകൾ കണ്ടെത്തി എഴുതുക. മുർഛായെ ഹുയെ ഫൂൽ കാ ഹൃദയ് നഹീം ദുഃഖാന ഹേ. മുർഛായെ ഹുയെ ഫൂൽ കാ ഹൃദയ് ദുഃഖാന ഹേ. മുർഛായെ ഹുയെ ഫൂൽ की पंखुड़ियों को नहीं बिखराना है. മുർഛായ ഹുയെ ഫൂൽ की पंखुड़ियों को बिखराना है. യെസ്. അപ്പോൾ ഇതിൽ നിന്ന് ശരിയായത് ഏതൊക്കെയാണ്? മുർഛായ ഹുയെ ഫൂൽ കാ ഹൃദയ് ദുഃഖാന ഹേ അല്ലേ? പിന്നെയോ മുർഛായ ഹുയെ ഫൂൽ കി പങ്കുടിയാം കോ ബിഖരാന ഹേ. അതുകൊണ്ടാണ് ബിഖരാന മത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ. മുർഛായ ഹുയെ ഫൂൽ കെ പാസ് സെ ഗുസർനെ പർ ഉസെ ഖോട് മത് പഹുഞ്ചാന. യഹ് ആശയ വാലി പങ്ക്തിയാ കവിതാംശ സെ ചുൻകർ ലിഖേ. തന്നിരിക്കുന്ന കവിതയിൽ നിന്ന് മുർച്ചായ ഹുയെ ഫൂൽ കെ പാസ് സെ ഗുസർനെ പർ ഉസെ ഖോട് മത് പഹുഞ്ചാന എന്ന ആശയം വരുന്ന വരി കണ്ടെത്തി എഴുതുക. വാടിയ പൂവിൻ്റെ സമീപത്തു കൂടി പോകുമ്പോൾ അതിനെ വേദനിപ്പിക്കരുത്, അതാണ് ആശയം അല്ലേ? ഇങ്ങനെ അർത്ഥം വരുന്ന വരി ഏതാണ്? ഗുസരോ അഗർ പാസ് സെ ഇസെ ചോട്ട് പഹുഞ്ചാന മത് അല്ലേ? ലാസ്റ്റ് 2 വരികൾ. ഗുസരോ അഗർ പാസ് സെ ഇസെ ചോട്ട് പഹുഞ്ചാന മത്. നാലാമത്തെ പ്രവർത്തനം നോക്കൂ. इंसानियत की मिसाल പാഠ് കാ എ ഹംഷ് പാഠേം ഓർ പ്രശ്നം കെ ഉത്തർ ലിഖേ. ഇൻസാനിയത്ത് കി മിസാൽ എന്ന പാഠത്തിൻ്റെ കുറച്ച് ഭാഗം തന്നിട്ടുണ്ട്, അത് വായിക്കുക. ചുവടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ബദ്രീനാഥ്. उत्तराखंड में आए सैलाब ने बद्रीनाथ में भी जमकर तबाही मचाई. हजारों तीर्थयात्री बुरी तरह फंस गए थे. इस घोर प्रलय में सब कुछ बह गया, लेकिन इंसानियत रह गई. ഓക്കെ. ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ കൂട്ടരെ? അപ്പോൾ വായിക്കുന്നത് കേൾക്കുക കേട്ടോ. ബദ്രീനാഥ്. उत्तराखंड में आए सैलाब ने बद्रीनाथ में भी जमकर तबाही मचाई. हजारों तीर्थयात्री बुरी तरह फंस गए थे. എന്താ? ഉത്തരാഖണ്ഡിലുണ്ടായ അല്ലെങ്കിൽ ബദ്രീനാഥിലുണ്ടായ പ്രളയം അവിടെ മുഴുവൻ നശിപ്പിച്ചു. ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് അവിടെ കുടുങ്ങിപ്പോയത്. ഇസ്ഘോർ പ്രളയമേ സബ് കുച്ച് ബഹ് ഗയ. ആ ഘോരമായ പ്രളയത്തിൽ എല്ലാം എന്തു ചെയ്തു? ബഹ് ഗയ ഒഴുകിപ്പോയി അല്ലെങ്കിൽ ഒലിച്ചുപോയി. ലേക്കിൻ ഇൻസാനിയത്ത് രഹ് ഗയി, എന്നാൽ മനുഷ്യത്വം അവശേഷിച്ചു. ആദ്യത്തെ ചോദ്യം നോക്കിക്കോളൂ. സൈലാബിനെ കഹാം ജംകർ തബാഹി മച്ചായി.
എവിടെയാണ് പ്രളയം ഉണ്ടായത്? എവിടെയാണ്? ബദ്രീനാഥ്. ബദ്രീനാഥ് എന്ന ഉത്തരാഖണ്ഡ് ഒന്നും എഴുതാം. ഓക്കെ, ബദ്രീനാഥ്. അടുത്തത് ദുനിയാമേ ഇൻസാനിയത് ബനായി രഖേ, ഭൂമിയിൽ മനുഷ്യത്വം അവശേഷിക്കുന്നു എന്ന് കാണിക്കുന്ന സന്ദേശമുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക. കൂട്ടുകാർക്ക് അറിയാം പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് മനോഹരമായിട്ട് ബോർഡർ വരച്ചിട്ട് വേണം പോസ്റ്റർ തയ്യാറാക്കാൻ. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ കൊടുക്കേണ്ട സന്ദേശം നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടും കൊടുക്കണം. ഗതിവിധി 5 അഞ്ചാമത്തെ പ്രവർത്തനം നോക്കൂ. നന്നാ ഉല്ലു പാഠ് കാ ഏഹാംശ് പഠേം ഓർ പ്രശ്നം കെ ഉത്തർ ലിഖേ. അഗലി രാത് നന്ന ഉല്ലു നെ അപ്പനി അമ്മ സെ പൂച്ച. അടുത്ത ദിവസം അമ്മയോട് ചോദിച്ചു, സമുദ്ര കിത്തന ഗഹരാ ഹേ, സമുദ്രത്തിന് എത്ര ആഴമുണ്ട്? ബഹുത് ഗഹര, ഒരുപാട് ആഴമുണ്ട്. അമ്മ ബോലി, അമ്മ പറഞ്ഞു. കിത്തന ഗഹര, എത്ര ആഴം? നന്നെ ഉല്ലുവിനെ പൂച്ച. നന്നെ ഉല്ലു ചോദിച്ചു. അമ്മ ആസ്മാൻ കി ഓർ ദേഖ്നെ ലഗി, അമ്മ ആകാശത്തേക്ക് നോക്കി. ലഗ്ഭാഗ് ഉത്തന ഹി ഗഹര ഹേ ജിത്തന ഊഞ്ച ആസ്മാൻ ഹേ. സമുദ്രത്തിന് എത്ര ആഴമുണ്ടോ അത്രമാത്രം ഉയരത്തിലാണ് എന്ത്? ആകാശം. അമ്മ ബോലി, അമ്മ പറഞ്ഞു. നന്നാ ഉല്ലു ഊപ്പർ ദേഖ്നെ ലഗ, നന്നാ ഉല്ലു കുഞ്ഞ് മുകളിലേക്ക് നോക്കാൻ തുടങ്ങി. പൂരെ രാത് പേട് പർ ബൈഠ രഹ, അന്ന് രാത്രി മുഴുവൻ എവിടെ ഇരുന്നു? മരത്തിൽ ഇരുന്നു. ഓക്കെ, ആ ചോദ്യം എന്താ നോക്കിക്കോളൂ. നന്നാ ഉല്ലു പൂരി രാത് കഹാം ബൈഠ ഗയാ. നന്നാ ഉല്ലു എവിടെയാണ് രാത്രി മുഴുവൻ ഇരുന്നത്? പേട് പർ. എവിടെയാണ്? പേട് പർ. ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ഏ ചിത് ദോ ഭായി കഹാനിമേ സംബന്ധ ഹൈ. ഈ ചിത്രങ്ങൾ ദോ ഭായി എന്ന കഥയുമായി ബന്ധപ്പെട്ടതാണ്. ചിത്രം കോ അനുസാർ, ചിത്രങ്ങൾ നോക്കിയിട്ട് വാക്യം കോ ക്രമബന്ധ കരേ, വാക്യത്തെ ക്രമപ്പെടുത്തുക. ആദ്യത്തെ പിക്ചർ എന്താ? ഒരിടത്ത് 2 സഹോദരങ്ങളുണ്ടായിരുന്നു. അവർ ഒരുമിച്ചായിരുന്നു കൃഷി ചെയ്തിരുന്നത്. അവർ ഒരുമിച്ച് എന്ത് ചെയ്തു? വിളവെടുത്തു. അവരുടെ വിളവിനെ അവർ 2ആയി പകുത്തു. വീട്ടിലേക്ക് കൊണ്ടുപോയി. കണ്ടല്ലോ അല്ലേ? അവരടുത്ത് 2 സഹോദരങ്ങളുണ്ടായിരുന്നു. അവരൊരുമിച്ച് കൃഷി ചെയ്തു, അവരൊരുമിച്ച് വിളവെടുത്തു, കിട്ടിയ സമ്പത്തിനെ 2ആയി വീതിച്ചു, വീട്ടിലേക്ക് കൊണ്ടുപോയി. അതാണ് ചിത്രത്തിലുള്ളത്. താഴത്തെ നിൽക്കുന്ന സെൻറ്റൻസുകൾ നോക്കൂ. ഉനോംനെ ആധാ ആധാ ഗേഹൂം ബാണ്ലിയ. 2 പേരും ആധാ ആധാ, പകുതി പകുതി ഗോതമ്പ് വീതിച്ചെടുത്തു. അപ്പോൾ അത് ചിത്രത്തിൽ നോക്കൂ. എത്രാമത്തെ ചിത്രമാ? 4ാമത്തെ ചിത്രം അല്ലേ? അപ്പോൾ 4ാമത്തെ ചിത്രത്തിൻ്റെ നേർക്ക് എഴുതേണ്ടത് ഉനോംനെ ആധാ ആധാ ഗേഹൂം ബാണ്ട്ലിയ. യെസ്. നോക്കൂ. ദോ ഭായി ധേ, 2 സഹോദരന്മാരുണ്ടായിരുന്നു. പിക്ചർ 1, ആദ്യത്തെ പിക്ചർ. ദോനോ ഫസൽ ലേക്കർ ഘർ ചലേ, 2 പേരും വിളവുമായിട്ട് വീട്ടിലേക്ക് മടങ്ങി. 5ാമത്തെ ചിത്രം. ഓക്കെ. വേ സാരാ ഖേത്തി കർത്തേ ധേ, 2 പേരും എന്ത് ചെയ്യുന്നു? കൃഷി ചെയ്യുന്നു. പിക്ചർ 2, 2ാമത്തെ ചിത്രം. ലാസ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ദോനോംനെ മിൽക്കർ ഫസൽ കാടി, 2 പേരും ഒത്തുചേർന്ന് വിളവെടുത്തു. പിക്ചർ നമ്പർ 3. ഓക്കെ. പ്രിയപ്പെട്ട കൂട്ടരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.